ഷെർലക് ഹോംസ് സ്റ്റോറിയായ ഒരു ബൊഹീമിയൻ അപവാദത്തിൻ്റെ രണ്ടാം ഭാഗം. അതാണ് ഞാനും ചോദിക്കുന്നത്. ബൊഹീമിയൻ രാജാവ് കാസൽ ഫെസ്റ്റീൻ ഗ്രാൻഡ് ഡ്യൂക്ക് വിൽഹം ഗോസ്ട്രിച്ച് സിഗ്മണ്ട് വോൺ ഓസ്റ്റിനോടാണ് സംസാരിക്കുന്നതെന്ന് ഞാൻ നേരത്തെ മനസ്സിലാക്കിയിരുന്നു തിരുമേനി. രാജാവ് വീണ്ടും ആസനസ്ഥനായി. വിശാലമായ നെറ്റി തടവിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊന്ന് ധരിക്കണം, ഇത്തരം കാര്യങ്ങളിൽ ഞാൻ നേരിട്ട് ഇടപെട്ടിട്ടില്ല. എനിക്ക് ഇതൊന്നും പരിചയമില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ മറ്റൊരാളെ ഈ കാര്യം ചുമതലപ്പെടുത്തിക്കൂടാ. നിങ്ങളുമായി ചർച്ച ചെയ്യാൻ വേഷപ്രച്ഛന്നനായി പ്രാഗിൽ നിന്നാണ് ഞാൻ വരുന്നത്. എന്നാൽ ദയവായി ചർച്ച തുടങ്ങിക്കോളൂ. ഹോംസ് വീണ്ടും കണ്ണടച്ചിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇത്രയുമാണ് സംഭവം. ഉദ്ദേശം 5 കൊല്ലം മുമ്പ് വാൾസ സഞ്ചരിച്ചപ്പോൾ ഐറീൻ ആഡ്ലർ എന്ന പ്രശസ്തയായ വീരതരുണിയെ ഞാൻ പരിചയപ്പെട്ടു. ആ പേര് നിങ്ങൾ കേട്ടിരിക്കും. ഡോക്ടർ, ദയവ് ചെയ്ത് ആ പട്ടിക നോക്കൂ. ഹോംസ് കണ്ണു തുറക്കാതെ തന്നെ പറഞ്ഞു. വർഷങ്ങളായി വ്യക്തികളെയും വസ്തുക്കളെയും പറ്റി ലഭിക്കുന്ന വിവരങ്ങൾ ഒരു അനുക്രമണികയായി സൂക്ഷിക്കുന്ന പതിവ് ഹോംസിനുണ്ട്. അതിൽ നിന്നും ആരെക്കുറിച്ചുള്ള ഏത് വിവരവും മനസ്സിലാക്കാൻ പ്രയാസമുണ്ടായിരുന്നില്ല. അക്ഷരമാലാക്രമത്തിലുള്ള സൂചിക ഞാൻ മറിച്ചു നോക്കി. ഐയിൽ തുടങ്ങുന്ന പേരുകളിൽ ഐറീൻ കണ്ടെത്തി. നോക്കട്ടെ. ഹോംസ് കൈ നീട്ടി. ന്യൂജേഴ്സിയിൽ 1858 ജനനം. മാധ്യമശ്രുതി. സുന്ദരി. അതെ, വാൾസ ഇംപീരിയൽ ഓപ്പറയിൽ പ്രഥമ ഗായിക. ഓഹോ, രംഗത്തു നിന്നും വിരമിച്ച് ഇപ്പോൾ ഇംഗ്ലണ്ടിൽ താമസിക്കുന്നു. തിരുമനസ് ഈ യുവതിയിൽ അനുരക്തനായിപ്പോയി. വിവാദപരമായേക്കാവുന്ന ചില കത്തുകൾ കൈമാറി ആ പ്രണയലേഖനങ്ങൾ തിരിച്ചു കെട്ടണമെന്ന് ഇപ്പോൾ ആഗ്രഹിക്കുന്നു. വളരെ ശരിയാണ്. പക്ഷേ എങ്ങനെ? നിങ്ങൾ തമ്മിൽ രഹസ്യമായി വിവാഹം? ഇല്ല. മറ്റു നിയമ നടപടികളോ സാക്ഷ്യപത്രങ്ങളോ? ഒന്നുമില്ല. എങ്കിൽ പിന്നെ അങ്ങയുടെ പ്രയാസത്തിന് ഹേതുവെന്താണ്? കത്തുകൾ കാണിച്ച് ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചാൽ അവയുടെ ആധികാരിക സ്വഭാവം അവൾക്ക് എങ്ങനെ തെളിയിക്കാനാകും? ഞാൻ എഴുതിയതാണല്ലോ. വെറും വ്യാജ പ്രമാണം. എൻ്റെ ലെറ്റർ പേപ്പറിലാണ് എഴുതിയത്. അത് മോഷ്ടിച്ചതായിക്കൂടെ? എൻ്റെ മുദ്രയുണ്ട്. മുദ്രയുടെ പകർപ്പുണ്ടാക്കാമല്ലോ. എൻ്റെ ഫോട്ടോ അവളുടെ കയ്യിലുണ്ട്. ഫോട്ടോ വിലയ്ക്ക് വാങ്ങിയതാവാം. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചുള്ള ഫോട്ടോയാണ്. വളരെ മോശം. അത് കഷ്ടമായിപ്പോയി. തിരുമനസ് വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തിച്ചു കളഞ്ഞു. എനിക്ക് ഭ്രാന്തായിരുന്നു. ഞാൻ എന്നെ തന്നെ മറന്നുപോയി. അങ്ങ് വലിയ അപകടത്തിൽ പെട്ടുപോയി. അന്ന് ഞാൻ കിരീടാവകാശിയായിരുന്നു. ചെറുപ്പവും. ഇപ്പോഴെനിക്ക് 30 വയസ്സുണ്ട്. അവ തിരിച്ചു മേടിക്കാൻ ശ്രമിക്കണം. ഞാൻ ശ്രമിച്ചു, പരാജയപ്പെട്ടു. തക്കതായ പ്രതിഫലം കൊടുക്കണം. അതവൾക്ക് സ്വീകാര്യമല്ല. എങ്കിൽ മോഷ്ടിക്കുക തന്നെ. അതിനും ശ്രമിച്ചു. 5 പ്രാവശ്യം. 2 തവണ എൻ്റെ ആൾക്കാർ അവളുടെ പാർപ്പിടം കൊള്ള ചെയ്തു. സൂക്ഷ്മ പരിശോധന നടത്തി. ഒരിക്കൽ യാത്രക്കിടയിൽ അവളുടെ ലഗേജ് തട്ടിയെടുത്ത് പരിശോധിച്ചു. 2 വട്ടം അവളെ പതിയിരുന്ന് ആക്രമിക്കാൻ നോക്കി. പക്ഷേ ഒന്നുകൊണ്ടും ഫലമുണ്ടായില്ല. അതെവിടെയുണ്ടെന്ന് മനസ്സിലായില്ലേ? ഇല്ല. ഹോംസ് ചിരിച്ചു. ഇതൊരു നിസ്സാര പ്രശ്നമാണ്. എന്നെ സംബന്ധിച്ചാണെങ്കിൽ തികച്ചും ഗൗരവമുള്ളതും. കുറ്റപ്പെടുത്തുന്ന സ്വരത്തിൽ രാജാവ് പറഞ്ഞു. ശരി തന്നെ. അവൾ ഫോട്ടോ കൊണ്ട് എന്ത് ചെയ്യാൻ പോകുന്നു? എന്നെ നശിപ്പിക്കാൻ. എങ്ങനെ? ഞാൻ അടുത്ത് വിവാഹിതനാവുകയാണ് എന്ന് ഞാൻ കേട്ടു, ഹോംസ് പറഞ്ഞു. സ്കാൻഡിനോവിയൻ രാജാവിൻ്റെ 2ാമത്തെ മകൾ ക്ലോറ്റിഡ് ലോത്മാൻ വോൺ സാക്സ്-മെനിഞ്ചൻ ആണ് വധു. വളരെ യാഥാസ്ഥിതികമാണ് ആ കുടുംബം. നിഷ്കളങ്കയാണ് ആ പെൺകുട്ടി. എൻ്റെ ഭൂതകാല പ്രവൃത്തികളുടെ നിഴൽ തട്ടിയാൽ മതി, എല്ലാം തകരാറിലാവും. ഐറീൻ ആഡ്ലർ എന്തു ചെയ്യുമെന്നാണ്? ആ ഫോട്ടോ അവൾക്ക് അയച്ചു കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. അവളത് ചെയ്യും. നിങ്ങൾക്ക് അവളെ അറിഞ്ഞുകൂടാ. അവളുടെ മനസ്സ് കരിങ്കല്ലാണ്. ഏത് സ്ത്രീയെക്കാളും സൗന്ദര്യമുള്ള മുഖം, ഏതൊരു പുരുഷനേക്കാളും ഉറച്ച മനസ്സ്, അതാണവൾ. ഞാൻ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നതറിഞ്ഞാൽ എന്ത് ചെയ്യാനും അവൾ മടിക്കില്ല. ഇതുവരെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ടില്ലെന്ന് ഉറപ്പാണോ? അത് തീർച്ചയാണ്. എങ്ങനെ അറിയാം? വിവാഹ നിശ്ചയ ദിവസം അയച്ചു കൊടുക്കുമെന്നാണ് അവൾ പറഞ്ഞിട്ടുള്ളത്. അടുത്ത തിങ്കളാഴ്ചയാണ് വിവാഹ നിശ്ചയം. ഓഹോ, എന്നാൽ ഇനി 3 ദിവസം കൂടിയുണ്ട്. ഹോംസ് കോട്ടുവായിട്ടു. അത് ഭാഗ്യമായി. ഉടനെ എനിക്ക് ചില അത്യാവശ്യ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. തിരുമനസ് തൽക്കാലം ലണ്ടനിൽ തന്നെ താമസിക്കുകയല്ലേ? അതെ. ലാംഗ്ഹാം ഹോട്ടലിൽ വോൺക്രാം പ്രഭു എന്ന പേരിൽ താങ്കൾക്കെന്നെ കണ്ടെത്താം. എന്നാൽ കാര്യങ്ങളുടെ പുരോഗതി ഞാൻ എഴുതി അറിയിക്കാം.
ദയവായി വേഗം വേണം, എനിക്ക് വല്ലാത്ത ഉത്കണ്ഠയാണ്. ചെലവിൻ്റെ കാര്യം ഇഷ്ടം പോലെ ചെലവാക്കിക്കോളൂ. ഇഷ്ടം പോലെ? ആ ഫോട്ടോ തിരിച്ചു കിട്ടുന്നതിനായി എൻ്റെ രാജ്യത്തിൻ്റെ ഒരു പ്രവിശ്യ ഉപേക്ഷിക്കാൻ പോലും ഞാൻ തയ്യാറാണ്. തൽക്കാലത്തെ ചെലവുകൾക്ക് ഹോംസ് ചോദിച്ചു. രാജാവ് ഒരു തുകൽ സഞ്ചി മേശപ്പുറത്ത് വെച്ചു. അതിൽ 300 പവൻ നാണയങ്ങളും 700 പവൻ്റെ കറൻസി നോട്ടുമുണ്ട്. ഹോംസ് ആ തുകയ്ക്ക് ഒരു രസീത് എഴുതി കൊടുത്തു. നർത്തകിയുടെ മേൽവിലാസം എന്താണ്? ബ്രിയോണി വിലാസം, സെർപ്പൻറ്റൈൻ തെരുവ്, സെൻറ് ജോൺസ് വുഡ്. ഹോംസ് അഡ്രസ്സ് കുറിച്ചെടുത്തു. ഒരു ചോദ്യം കൂടി, ഫോട്ടോ ക്യാബിനറ്റ് സൈസാണോ? അതെ. എന്നാൽ നമസ്തേ, താമസിയാതെ തിരുമനസിന് ഒരു ശുഭവാർത്ത എത്തിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. രാജകീയ രഥത്തിൻ്റെ ചക്രങ്ങളുടെ ശബ്ദം അകന്നു പോയപ്പോൾ ഹോംസ് പറഞ്ഞു, ഗുഡ് നൈറ്റ് വാട്സൺ. നാളെ വൈകുന്നേരം 3 മണിക്ക് വരാമെങ്കിൽ ഇക്കാര്യം നമുക്ക് ആലോചിക്കാം. കൃത്യം 3 മണിക്ക് ഞാൻ ബേക്കൽ സ്ട്രീറ്റിലെത്തി. എന്നാൽ ഹോംസ് അവിടെ ഉണ്ടായിരുന്നില്ല. രാവിലെ 8 മണിക്ക് പുറത്തു പോയിട്ട് മടങ്ങി വന്നിട്ടില്ലെന്ന് പരിചാരിക പറഞ്ഞു. എത്ര വൈകിയാലും ഹോംസിനെ കണ്ടിട്ടേ മടങ്ങുന്നുള്ളൂ എന്നുറച്ച് ഞാൻ അവിടെ തീ കാഞ്ഞുകൊണ്ടിരുന്നു. ഈ കേസിൽ ഞാൻ അതീവ തൽപരനായി കഴിഞ്ഞിരുന്നു. മുമ്പ് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ള 2 കുറ്റാന്വേഷണ സംരംഭങ്ങളിലെയും ഭീകരഭാവം ഇതിനുണ്ടായിരുന്നില്ലെങ്കിലും കേസിൻ്റെ പ്രകൃതവും കക്ഷിയുടെ ഔന്നത്യവും ഇതിനൊരു പ്രത്യേകത നൽകിയിരുന്നു. എൻ്റെ സ്നേഹിതൻ ഇടപെട്ടിട്ടുള്ള ഈ കേസിൻ്റെ സ്വഭാവം മാത്രമല്ല, പരിതസ്ഥിതികൾ മനസ്സിലാക്കുന്നതിൽ അദ്ദേഹം പ്രകടിപ്പിച്ച പാടവവും യുക്തിബോധവും അനന്യമായ ആ പ്രവർത്തന ശൈലിയും പഠന വിഷയമാക്കുന്നത് സന്തോഷകരമായ കാര്യമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശ്രമം വിജയിക്കുമെന്ന് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നതുകൊണ്ട് പരാജയത്തെക്കുറിച്ചുള്ള ശങ്ക എൻ്റെ മനസ്സിൽ കടന്നതേ ഇല്ല. 4 മണിയോടടുത്തപ്പോൾ കള്ളുകുടിയനെ പോലെ തോന്നിച്ച ഒരാൾ കതകു തുറന്ന് മുറിക്കകത്തേക്ക് കടന്നു വന്നു. വൃത്തികെട്ട വസ്ത്രങ്ങളും നീണ്ട കൃതാവും പാറിപ്പറന്ന തലമുടിയും ചീർത്ത മുഖവും ഒക്കെയായി വേഷപ്രച്ഛന്നനായി സഞ്ചരിക്കുന്നതിന് എൻ്റെ സുഖത്തിനുള്ള പാടവത്തെക്കുറിച്ച് എനിക്കറിയാമായിരുന്നു. അത് ഹോംസ് തന്നെയാണെന്ന് ഉറപ്പുവരുത്താൻ 3 പ്രാവശ്യം സൂക്ഷിച്ചു നോക്കേണ്ടി വന്നു. തലയാട്ടിക്കൊണ്ട് അദ്ദേഹം കിടക്കമുറിയിലേക്ക് പോയി. 5 മിനിറ്റ് കഴിഞ്ഞ് പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞ് സമാദരണീയനായി വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. കീശയിൽ കൈകൾ തിരുകി നെരിപ്പോടിനരികെ നിവർന്നിരുന്ന് ഹോംസ് ഉറക്കെ ചിരിച്ചു. ഹോ, സത്യം പറഞ്ഞാൽ വീണ്ടും ചിരിച്ചു ചിരിച്ച് ശ്വാസം മുട്ടി കസേരയിൽ മലർന്നു വീണു. എന്തു പറ്റി? ഞാൻ ചോദിച്ചു. നല്ല തമാശ. രാവിലെ ഞാൻ എന്തു ചെയ്യുകയായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? അതിൻ്റെ ഫലം എന്തായിരുന്നുവെന്ന് പറയാമോ? എനിക്കറിഞ്ഞുകൂടാ. ഒരു പക്ഷേ മിസ് ഐറിൻ ആഡ്ലറുടെ വീടും പരിസരവും നിരീക്ഷിക്കുകയായിരുന്നുവെന്ന് തോന്നുന്നു. വാസ്തവം തന്നെ. എന്നാൽ അതിൻ്റെ പരിണാമം വിചിത്രമായിരുന്നു എന്ന് പറയാം. കേട്ടോളൂ. ഇന്ന് രാവിലെ 8 മണിക്കാണ് ജോലി നഷ്ടപ്പെട്ട ഒരു കുതിരക്കാരൻ്റെ വേഷത്തിൽ ഞാൻ പുറത്തിറങ്ങിയത്. കുതിരക്കാരുടെ ഇടയിൽ മറ്റെങ്ങും കാണാത്ത ഒരു തരം സമഭാവനയും ഐക്യവുമുണ്ട്. അവരുമായി അടുത്താലേ അതറിയാൻ പറ്റൂ. ഞാൻ ബ്രിയോണി വിലാസത്തിൻ്റെ മുന്നിലെത്തി. റോഡരികിലുള്ള ഒരു ചെറിയ ഇരുനില മാളിക. പിന്നിലൊരു തോട്ടമുണ്ട്. മുൻവാതിൽ പഴയ മാതിരിയുള്ള വലിയ ഒരു താഴ്. വലതുവശത്ത് വിശാലമായ സ്വീകരണമുറി. നിലത്തോളം എത്തുന്ന വലിയ ജനാലകൾ. ഒരു കൊച്ചുകുട്ടിക്ക് പോലും കൈയെത്തി അവ തുറക്കാൻ കഴിയും. വണ്ടിപ്പുരയുടെ കൂരയിൽ കയറിയാൽ ജനാല വഴി മുകളിലത്തെ നിലയിൽ കയറിപ്പറ്റാം. ഞാൻ വീടിന് ചുറ്റും നടന്ന് നിരീക്ഷണം നടത്തി. വിശേഷവിധിയായി മറ്റൊന്നും കണ്ടില്ല. തെരുവിലൂടെ നടക്കുമ്പോൾ തോട്ടത്തിലേക്ക് നയിക്കുന്ന ഇടവഴിയുടെ ഒരരികിൽ ഒരു കുതിരാലയം കണ്ടു. കുതിരകളെ കഴുകാൻ സഹായിക്കുന്ന വകയിൽ എനിക്ക് ഒരു പെൻസും 1 ഗ്ലാസ് ബിയറും അല്പം കാലിപ്പുകയിലയും കിട്ടി. കൂടാതെ മിസ് ആഡ്ലറെ പറ്റി എനിക്ക് ആവശ്യമുള്ള വിവരങ്ങളൊക്കെ അവിടെ നിന്ന് അറിഞ്ഞു. അതോടൊപ്പം അയൽക്കാരായ 1 ഡസൻ പേരുടെയും ജീവചരിത്രം കൂടി. ആവശ്യമില്ലെങ്കിലും എനിക്ക് കേൾക്കേണ്ടി വന്നു. ഐറിൻ ആഡ്ലറെ പറ്റി എന്താണ് കേട്ടത്? ഞാൻ ആരാഞ്ഞു. ആ സ്ത്രീ ആ പ്രദേശത്തുള്ള പുരുഷന്മാരുടെയൊക്കെ തല തിരിച്ചു കളഞ്ഞിരിക്കുന്നു. അവർ ഈ ഭൂമിയിൽ വച്ച് ഏറ്റവും സുന്ദരിയാണ് പോലും. എന്നാലും അടങ്ങി ഒതുങ്ങിയാണ് കഴിയുന്നത്. സംഗീത കച്ചേരികളിൽ പങ്കെടുക്കാറുണ്ട്. ദിവസവും വൈകുന്നേരം 5 മണിക്ക് കുതിരവണ്ടിയിൽ പുറത്തേക്ക് പോകും. കൃത്യം 7-ന് അത്താഴത്തിനെത്തും. മറ്റു സമയങ്ങളിൽ പാട്ട് കച്ചേരിക്കല്ലാതെ പുറത്തു പോകാറില്ല.
സന്ദർശകരെന്ന് പറയാൻ ഒരാളേ ഉള്ളൂ. ഇരുണ്ട നിറത്തിൽ സുമുഖനായ ഒരു യുവാവ്. അയാൾ ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അവിടെ എത്താതിരിക്കില്ല. ഇന്നർ ടെമ്പിളിലെ ഒരു വക്കീലാണ് അയാൾ. പേര് ഗോഡ്ഫ്രെ നോട്ടർ. ഒരു വണ്ടിക്കാരൻ്റെ ചങ്ങാത്തം കൊണ്ടുണ്ടായ നേട്ടം കണ്ടോ? അവർക്ക് വണ്ടിയിൽ സവാരി ചെയ്യുന്നവരുടെ വിവരങ്ങളൊക്കെ അറിയാം. എല്ലാം കേട്ടു മനസ്സിലാക്കിയിട്ട് അടുത്ത നടപടിയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഞാൻ അവിടെ ചുറ്റിക്കറങ്ങി. ഈ ഗോഡ്ഫ്രെ നോട്ടൻ നമ്മുടെ കഥയിലെ ഒരു പ്രധാന കഥാപാത്രമാണ്. ഒരു അഭിഭാഷകനാണല്ലോ. അത് തന്നെ ദുർലക്ഷണമാണ്. അവർ തമ്മിലുള്ള ബന്ധം എന്താണ്? അയാളുടെ സന്ദർശനത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ആ സ്ത്രീ അയാളുടെ കക്ഷിയോ സുഹൃത്തോ അതോ കാമുകിയോ? ആദ്യത്തേതാണെങ്കിൽ ഫോട്ടോ സൂക്ഷിക്കാനായി അയാളെ ഏൽപ്പിച്ചിരിക്കും. അവസാനത്തേതാണെങ്കിൽ അതിനുള്ള സാധ്യത വിരളമാണ്. ഏതായാലും ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തെ അടിസ്ഥാനമാക്കി വേണം എൻ്റെ അന്വേഷണം ഏതു വഴിക്കായിരിക്കണം. ഫോട്ടോയ്ക്ക് വേണ്ടി ബ്രിയോണി വിലാസത്തിലോ അല്ല വക്കീൽ ഓഫീസിലോ ആണോ തിരയേണ്ടതെന്ന് തീരുമാനിക്കാൻ. അതിസൂക്ഷ്മമായ ഒരു പ്രശ്നം തന്നെ. എൻ്റെ പ്രവർത്തന മേഖല കൂടുതൽ വിപുലമാകുന്നു. ഈ വിവരണങ്ങളൊക്കെ കേട്ട് നിങ്ങൾക്ക് ബോറാകുന്നുണ്ടോ? എല്ലാ കാര്യങ്ങളും വിശദമാക്കിയാലേ ശരിയായ ചിത്രം ലഭിക്കൂ എന്നതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഞാൻ ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു. അനന്തരകൃത്യം എന്താണെന്നതിനെപ്പറ്റി ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നതിന് മുമ്പ് ഒരു കുതിരവണ്ടി ബ്രിയോണി വിലാസത്തിന് മുമ്പിൽ വന്നു നിന്നു. ഒരു മാന്യൻ ചാടി ഇറങ്ങി. മേൽമീശയുള്ള ഇരുണ്ട നിറത്തിലുള്ള ഒരു സുന്ദരൻ. നാം മുമ്പ് കേട്ടറിഞ്ഞയാൾ തന്നെ. വണ്ടിക്കാരനോട് നിൽക്കാൻ പറഞ്ഞിട്ട് വാതിൽ തുറന്ന ജോലിക്കാരിയെ തട്ടിമാറ്റി ചിരപരിചിതനെ പോലെ അയാൾ അകത്തേക്ക് പോയി. ഒരു അരമണിക്കൂർ നേരം അയാൾ വീടിനുള്ളിലായിരുന്നു. സ്വീകരണ മുറിയുടെ ജനലിലൂടെ എനിക്ക് അയാളെ കുറേയൊക്കെ കാണാൻ കഴിഞ്ഞു. കൈകൾ വീശി ക്ഷോഭിച്ച് സംസാരിച്ചുകൊണ്ട് അയാൾ ഉലാത്തിക്കൊണ്ടിരുന്നു. ആ സ്ത്രീയെ ഞാൻ കണ്ടില്ല. കൂടുതൽ വേവലാതിയോടെ അയാൾ പുറത്തു വന്ന് വണ്ടിയിൽ കയറി. പോക്കറ്റിൽ നിന്നും സ്വർണ്ണ നിറത്തിലുള്ള വാച്ച് പുറത്തെടുത്തു. വാച്ചിൽ നോക്കിയിട്ട് വണ്ടിക്കാരനോട് പറഞ്ഞു, വേഗം വിടൂ. ആദ്യം റീജന്റ് സ്ട്രീറ്റിലെ ഗ്രോസ് ആൻഡ് ഹാങ്കിസ് ഷോപ്പിലേക്കും അവിടെ നിന്ന് എഡ്ജ്വെയർ റോഡിലെ സെൻറ്റ് മോനിക്ക പള്ളിയിലേക്കും പോകട്ടെ. 20 മിനിറ്റിനുള്ളിൽ അവിടെ എത്തിക്കാമെങ്കിൽ നിനക്ക് ഇരട്ടി കൂലി കിട്ടും. വണ്ടി പാഞ്ഞുപോയി. അതിനെ പിന്തുടർന്ന് പോകണോ എന്നാലോചിച്ചു നിൽക്കുന്നതിനിടയിൽ വേറൊരു വണ്ടി ആ വീട്ടുപടിക്കലെത്തി. വണ്ടിക്കാരൻ ധൃതിയിൽ പുറപ്പെട്ടതാണെന്ന് കണ്ടാൽ അറിയാം. അയാൾ കുപ്പായത്തിൻ്റെ ബട്ടണുകൾ പോലും ഇട്ടിരുന്നില്ല. വണ്ടി നിന്നില്ല എന്നായപ്പോൾ ആ സ്ത്രീ ഓടി വന്ന് അതിൽ കയറി. ഞാൻ അവരെ ഒരു നോക്ക് കണ്ടതേയുള്ളൂ. എങ്കിലും അവരുടെ സൗന്ദര്യം മത്തുപിടിപ്പിക്കുന്നതാണെന്ന് ഞാൻ അറിഞ്ഞു. വേഗം സെൻറ്റ് മോനിക്ക പള്ളിയിലേക്ക് അവർ പറഞ്ഞു. 20 മിനിറ്റ് കൊണ്ട് അവിടെ എത്തിക്കാമെങ്കിൽ ഇരട്ടി കൂലി തരാം. ഇനി വൈകിക്കൂടാ. ഞാൻ ഉറച്ചു. ഈ അവസരം പാഴാക്കാൻ പാടില്ല. പിന്നാലെ ഓടണോ അതോ ആ വണ്ടിയുടെ പിന്നിൽ തൂങ്ങി നിൽക്കണോ എന്നാലോചിക്കുമ്പോഴേക്കും വേറൊരു വണ്ടി അതിലേ വന്നു. എൻ്റെ വൃത്തികെട്ട വേഷം കണ്ട് വണ്ടിക്കാരൻ അല്പമൊന്നറച്ചു. അയാൾ അരുതെന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ അതിൽ കയറിയിരുന്നു. സെൻറ്റ് മോനിക്ക പള്ളിയിലേക്ക് 20 മിനിറ്റ് കൊണ്ട് അവിടെ എത്തിക്കാമെങ്കിൽ അരപ്പവൻ കൂടുതൽ തരാം എന്ന് ഞാൻ പറഞ്ഞു. സമയം 12-ന് 25 മിനിറ്റ്. ധൃതിക്കുള്ള കാര്യം എനിക്ക് ഏതാണ്ട് വ്യക്തമായി. എൻ്റെ വണ്ടിക്കാരൻ അതിവേഗം കുതിരയെ പായിച്ചു. എങ്കിലും എനിക്ക് മുമ്പേ മറ്റു 2 പേരും പള്ളിയിലെത്തിയിരുന്നു. വണ്ടിക്കാരന് കൂലി കൊടുത്തിട്ട് ഞാൻ പള്ളിയിലേക്ക് ഓടിച്ചെന്നു. മുമ്പേ വന്ന 2 പേരും ലോഹ ധരിച്ച ഒരു പാതിരിയും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അൾത്താരയ്ക്ക് മുമ്പിൽ അച്ഛനുമായി എന്തോ തർക്കിച്ചു നിൽക്കുകയായിരുന്നു അവർ. വെറുമൊരു വഴിപോക്കൻ്റെ മട്ടിൽ ഞാൻ ഒരരികിൽ മാറി നിന്നു. എന്നെ കണ്ട് ഗോഡ്ഫ്രെ നോട്ടൻ ഓടി വന്നു. ഞാൻ അമ്പരന്നു പോയി. ദൈവത്തിന് സ്തുതി, അയാൾ പറഞ്ഞു. നിങ്ങൾ ധാരാളം മതി. വരൂ വരൂ. എന്താണ് കാര്യം? ഞാൻ ചോദിച്ചു. വരൂ മനുഷ്യ, വരൂ. ഇനി 3 മിനിറ്റേ ഉള്ളൂ, അല്ലെങ്കിൽ നിയമസാധുത ഇല്ലാതാകും. അയാൾ എന്നെ അൾത്താരയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി. ഞാൻ ചെയ്യുന്നതെന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും മുമ്പ് എൻ്റെ ചെവിയിൽ മന്ത്രിച്ചതൊക്കെ ഞാൻ ഏറ്റുപറയുകയും അറിഞ്ഞുകൂടാത്തതൊക്കെ അറിയാമെന്ന് സത്യം ചെയ്യുകയും അവിവാഹിതയായ ഐറിൻ ആഡ്ലറും അവിവാഹിതനായ ഗോഡ്ഫ്രെ നോട്ടനും തമ്മിലുള്ള വിവാഹത്തിന് സാക്ഷിയാവുകയും ചെയ്തു. എല്ലാം ഒരു നിമിഷത്തിനുള്ളിൽ കഴിഞ്ഞു.
എൻ്റെ വലതുവശത്ത് നിന്ന വരനും ഇടതുവശത്ത് നിന്ന വധുവും എനിക്ക് നന്ദി പറഞ്ഞു. പാതിരിയച്ഛൻ സുസ്മേര വദനനായി മുമ്പിൽ നിന്നു. ഇതിലൊരു കാര്യം നോട്ട് ചെയ്യണം. പഴയ ഇംഗ്ലീഷ് നിയമം അനുസരിച്ച് ഉച്ചയ്ക്ക് മുമ്പ് നടക്കുന്ന വിവാഹങ്ങൾക്കേ നിയമസാധുത ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് 3 മിനിറ്റേ ഉള്ളൂ എന്ന് പറഞ്ഞ് ധൃതിയിൽ ഹോംസിനെ വലിച്ചു കൊണ്ടുപോകുന്നത് നമുക്കിവിടെ കാണുന്നത്.